ചില ആളുകളുണ്ട്, വസ്ത്രം ധരിക്കുന്നിടത്തൊന്നും പള്ളിയിൽ പോകുമ്പോൾ പോലും ഒരു ശ്രദ്ധയും വെക്കില്ല. ബട്ടൺസ് ശരിയാക്കില്ല, കോളർ ശരിയാക്കില്ല. കാണുന്നവർക്ക് മുഴുവൻ അരോചകമായി തോന്നുന്ന രീതി മനഃപൂർവ്വം സ്വീകരിക്കുന്നവരുണ്ട്. മതപണ്ഡിതന്മാരെന്ന് നടിക്കുന്നവർ വരെ അതിലൊന്നും എനിക്ക് യാതൊരു ശ്രദ്ധയുമില്ല എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമമാണത്. യഥാർത്ഥത്തിൽ നമ്മുടെ മാതൃകായോഗ്യനായ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്നാണ് നമ്മുടെ മാതൃക. പരിശുദ്ധ ഖുർആനാണ് നമ്മുടെ വഴികാട്ടി. ഖുർആനിൽ പറയുന്നത് അത്തരം അലങ്കാരങ്ങളെ നിങ്ങൾ സ്വീകരിക്കണമെന്ന് മാത്രമല്ല, അത് സത്യവിശ്വാസികളുടെ ഉപയോഗത്തിന് വേണ്ടിയാണ് അല്ലാഹു തആല സംവിധാനിച്ചത് എന്നാണ്. അതിനെ ഹറാമാക്കുന്നത് ആരാണ്? പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ കഷ്ടപ്പെടണം എന്ന ഒരു അബദ്ധധാരണ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽ പോലും ഇങ്ങനെ തോന്നിപ്പോയിട്ടുണ്ട്. പഴയകാല മതകീയ സമൂഹത്തിൽ നിന്ന് കടഞ്ഞെടുത്ത റഹ്ബാനിയത്തിന്റെ അല്ലെങ്കിൽ പൗരോഹിത്യത്തിന്റെ സന്യാസത്തിന്റെ ഒക്കെ ചില ചേരുവകൾ അറിയാതെ മുസ്ലിങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഖുർആനും സുന്നത്തും അല്ല ഉത്തരവാദി.